ആണായാലും പെണ്ണായാലും ആ വ്യക്തി എങ്ങനെയാന്നുള്ളത് അതിനനുസരിച്ചിരിക്കും. ഇപ്പൊ കാശ് മേടിക്കണ്ടേ എന്നുള്ളത്. പക്ഷേ വേറൊരു സംഭവമുണ്ട്, തോൽപ്പിച്ചിട്ടേ ഇന്ന് അടങ്ങൂന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ ഒരു പേടി ഞാൻ സാറിന്റെ അടുത്ത് ഷെയർ ചെയ്യാം. ഒരിക്കലും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ വരാതിരിക്കുന്നതാണ് നല്ലത്. വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ കേരളം വിട്ടു പോകേണ്ടി വരും. ആണോ? അതിനിടയ്ക്ക് നീ എന്തോ പറയാൻ വന്നു. നിങ്ങൾ ആ നമ്മുടെ ഏതോ ചേട്ടനുള്ള ഒരു റിപ്ലൈ നിങ്ങൾക്കാണ് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് പറയാനാണ്. പറഞ്ഞു. ഇപ്പൊ എന്റെ 2 വർഷത്തെ ഒരു കോംപ്രമൈസ് ആയിട്ട് കണ്ടാലും ഞാൻ അവിടെ ഫെയിൽ ആവും. പിന്നെ എനിക്കെന്നാ പിന്നെ 2 വർഷത്തേക്ക് എനിക്കൊന്നും ചെയ്യണ്ടല്ലോ എന്നായിപ്പോ ഞാനിപ്പോ ഈ 2 വർഷത്തേക്ക് ശ്രമിക്കുന്നത്. അതെ, ഞാൻ 2 വർഷത്തേക്ക് ഞാൻ പരസ്യം തരില്ല. ഞാൻ 2 വർഷത്തേക്ക് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ഫൗണ്ടേഷനിലേ ചെയ്യുന്നു. ഞാൻ ആൾക്കാരെ ഒരു മാറ്റത്തിന് ഞാൻ ശ്രമം കൊടുക്കുന്നു. ഈ 2 വർഷത്തിന് ശേഷം ഈ 2 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ എന്റെ കഴിവും എന്റെ ഇതും വെച്ച് ഞാൻ ചെയ്യും. ഈ 2 വർഷം കഴിയുമ്പോൾ എനിക്കൊരു ഈ 2 വർഷം കൊണ്ട് ഒരു ബേസ് അവിടെ ലേ ചെയ്തിടണം. ഞാൻ വരുന്ന അടുത്ത ആളും എൻ്റെ അതേ ഒരു മനസ്സോടെ അതേ വിശ്വാസ്യതയോടെ ഈ സിസ്റ്റം കൊണ്ടുപോകുമെന്നും ഈ സിസ്റ്റത്തെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാവുന്ന എനിക്ക് വിശ്വാസം വേണം. ഞാനൊരു നല്ല ഫൗണ്ടേഷൻ ലേ ചെയ്തെടുത്താൽ മാത്രമേ അതിന് പുറകെ വരുന്നവർക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. അടുത്തത് റിസർവേഷൻ്റെ കാര്യം പറയാം. നമ്മൾ ഇപ്പം നമ്മുടെ ഡെമോക്രസിയിൽ നമ്മൾ സ്ത്രീയും പുരുഷനും ഒരു പോപ്പുലേഷൻ എടുത്താൽ തുല്യരാണ്, പകുതിയോളമാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ കഴിയുന്നില്ല. ആ റെപ്രസെൻറ്റേഷൻ കഴിയാത്തടത്ത് അവിടെ ഫോൾട്ട് കാണും. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ ഇതൊരു പെർമനൻറ്റ് ടൂൾ അല്ല, ഇതൊരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പററി സൊല്യൂഷനാണ്. ആ ഒരു റെപ്രസെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കുറച്ച് നാളത്തേക്കുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള കറക്റ്റീവ് ടൂൾ ആയിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. സാർ, കൈക്കൂലി വാങ്ങാതെ ഒരു കൈ പൊക്കാമെന്ന് ചോദിച്ചപ്പോൾ മുക്കാലും ആളുകൾ കൈ പൊക്കിയിട്ടില്ല. അവരൊരു വിധത്തിലും മറ്റൊരു വിധത്തിൽ കൈക്കൂലിക്ക് കൊടുത്തവരാണ്. എന്റെ ഒരു കാര്യം പറയാം, എന്റെ ഒരു പേരക്കുട്ടി കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടറിന് വീട്ടിലും ചികിത്സയുണ്ട്, ഹോസ്പിറ്റലിലും ചികിത്സയുണ്ട്. പക്ഷെ ഡോക്ടർ ചോദിക്കും, എഴുന്നേറ്റ് പോരുമ്പോൾ ഡോക്ടർ ചോദിക്കും, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടോ എന്ന്, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ പൈസ ആയിട്ടുണ്ടോ. അത് സൗകര്യം. അത്ര പോലും അഴിമതി, ഇവിടെ അഴിമതി കൈക്കൂലി കൊടുക്കുന്ന ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ 1 രൂപ പോലും കൈക്കൂലി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ലോകം നന്നാവും, ഈ രാജ്യവും നന്നാവും, നാട്ടുകാരും നന്നാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.